49 ദിവസം എമ്പുരാൻ സിനിമ കണ്ട് ഫാമിലിയോടെ മന്ത്രി മുഖ്യൻ പോയി കാണാൻ പോയി. പാവപ്പെട്ട ആശമാരെ നടയിൽ കൊണ്ട് കണ്ടുകൊണ്ട് അങ്ങനെയെങ്കിലും മന്ത്രി ഒന്ന് കണ്ണു തുറക്കട്ട്. നമ്മളെ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് തലമുടിയല്ലേ. തലമുടി മുറിച്ച് എന്റെ പ്രതിഷേധം ഇങ്ങനെ രേഖപ്പെടുത്തി. ഞങ്ങൾക്ക് കഴുത്തിലെടുക്കാൻ വയ്യാത്ത ബാലജോലിയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിന് കൂലി ചോദിച്ചതുകൊണ്ടായി ഇത്രയും മാത്രം ഗതികെട്ട് വയ്പ്പിക്കാൻ പറ്റിയത്. 3 പേരും, ആരോഗ്യമന്ത്രി, ധനമന്ത്രി, മുഖ്യമന്ത്രി. ഞങ്ങളെ ഇനി ആക്ഷേപിക്കുന്നത് പോട്ടെ, ഞങ്ങൾക്ക് അതിനൊരു പ്രശ്നമില്ല. പറഞ്ഞോട്ടെ, അവർക്ക് ഇഷ്ടമുള്ളത് അവരാരെ കൊണ്ടോ പറഞ്ഞു. പക്ഷെ ഇനി ഞങ്ങളോടുള്ള വാശി ഇനി മുന്നോട്ട് കൊണ്ടുപോകരുത്. ക്രിസ്തു നോമ്പ് കാലത്ത് ഞങ്ങൾക്ക് നൽകുന്ന പ്രചോദനം ഈ ഉപേക്ഷിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട, മാറ്റി നിർത്തിയിരിക്കുന്ന സ്ത്രീകളോടൊപ്പം പങ്കുചേരുക എന്നുള്ളതാണ്. ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ മാത്രമാണ് വന്നത്. ഇതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറമായി മനുഷ്യത്വമാണ് ഞങ്ങൾ കാണുന്നത്. മനുഷ്യത്വപൂർണ്ണമായ ഒരു ജീവിതം നയിക്കത്തക്കവണ്ണം അവരെ ചർച്ചയ്ക്ക് വിളിച്ച് ഇത് പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ഒരാളുടെ ജീവൻ പോയാലും ശരി, ഞങ്ങൾ ഈ ജീവൻ പോകും. അടുത്ത പരിപാടി അതാണ്. അത് ചെയ്തെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ പെട്രോൾ അടിച്ച് ഞങ്ങൾ ഇവിടെ കത്തി ഒന്ന് കത്തുമ്പോൾ മറ്റുള്ളവർക്കെങ്കിലും മുടി മുറിക്കുന്നത് കഴുത്തു മുറിക്കുന്നതിന് തുല്യമാണ്. പിണറായി ഇത് ഓർമ്മയിൽ വെച്ചുകൊള്ളണം. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കുലം തന്നെ മുടിഞ്ഞു പോകും. സെക്രട്ടേറിയറ്റിൽ മുടി മുറിച്ച് പ്രതിഷേധിച്ച അമ്മമാർ പിണറായി വിജയന് കൊടുത്ത മുന്നറിയിപ്പാണ് ഇത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സർക്കാരിനെതിരെ ഇത്രയും വലിയ കൊടുമ്പിരി കൊണ്ട സമരം നടക്കുമ്പോഴും അതൊന്നും കാണാതെ, അവിടേക്കൊന്ന് എത്തിപ്പോലും നോക്കാതെ, മക്കളെയും ഭാര്യയെയും കൊണ്ട് സിനിമയ്ക്ക് പോയ പിണറായി വിജയനെയും കടന്നാക്രമിക്കുകയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർ. ഞങ്ങളുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ടാണ് പിണറായി കുടുംബത്തോടൊപ്പം സുഖവാസം നടക്കുന്നത് എന്ന് അവർ മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർ ശരിക്കും CPMന് വലിയ പണിയാണ് ഉണ്ടാക്കി വെക്കുന്നത്. 8ന്റെ പണി തെരഞ്ഞെടുപ്പിലാണ് ഇനി പിണറായിക്ക് കിട്ടാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പാണ് ആശാ വർക്കർമാർ കൊടുക്കുന്നത്. ഈ സർക്കാർ കണ്ണു തുറന്നില്ലെങ്കിലും ലോക മനസാക്ഷി ഞങ്ങൾക്കൊപ്പമാണ് എന്ന് ആശാ വർക്കർമാർ വിളിച്ചു പറയുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 50ാം ദിവസത്തിലേക്ക് കടന്ന പശ്ചാത്തലത്തിലാണ് പ്രക്ഷോഭം ഒരു പടി കൂടി കടുപ്പിക്കുകയാണ് ആശാ വർക്കർമാർ. ഒരു തരത്തിലും സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകാൻ അവർ തയ്യാറാകുന്നില്ല. അവരുടെ ആവശ്യങ്ങൾ നേടിയെടുത്തതിന് ശേഷം മാത്രമേ ഈ മണ്ണിൽ നിന്ന് പോകൂ എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് പിണറായി സർക്കാരിൻ്റെ ആണിക്കല്ലിളക്കുന്ന സമരമാണ്. സമരം നടത്തുന്നത് സ്ത്രീകളാണ്. കാരണം സ്ത്രീപക്ഷ സർക്കാരാണ് ഞങ്ങൾ എന്ന് എവിടെ മൈക്ക് കണ്ടാലും കവലപ്രസംഗം നടത്തുന്നവരാണ് CPM. ആ CPM ആണ് ആശാ വർക്കർമാർ സമരം നടത്തുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നത്. ആശാ വർക്കർമാർക്ക് കാശ് കൊടുക്കേണ്ടത് കേന്ദ്രമാണെന്നും പോയി അവരുടെ മുന്നിൽ സമരം ചെയ്യൂ എന്നുമാണ് CPMകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേ CPMകാരോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു ആശാ വർക്കർമാരുടെ ഓണറേറിയം 10,000 രൂപയാക്കും എന്നുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു അത്. പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്ന് പറയുമ്പോൾ എന്താണ്? അത് നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പാണ്. ഞങ്ങൾ അത് നടപ്പാക്കും എന്നുള്ള നിങ്ങളുടെ വാക്ക്. അല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു തരും എന്നായിരുന്നില്ല നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. എന്നിട്ടിപ്പോൾ ആശാ വർക്കർമാർ സർക്കാരിന് മുന്നിൽ ആ ആവശ്യവും ചോദിച്ച് സമരം ചെയ്യുമ്പോൾ നിങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ പോയി സമരം ചെയ്യൂ എന്ന നിലപാട് വെറും തൊട്ടിത്തരം മാത്രമാണ്. അത് പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല. പിന്നെ കേന്ദ്രം ഇൻസെന്റീവ് കൊടുക്കാതെ പറ്റിക്കുന്നതും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്. ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ പോയി സുരേഷ് ഗോപി കുട കൊടുത്തിട്ടും റെയിൻകോട്ട് കൊടുത്തിട്ടും ഒന്നും കാര്യമില്ല. അവർക്ക് തടഞ്ഞു വെച്ചിരിക്കുന്ന ഇൻസെന്റീവ് വാങ്ങിക്കൊടുക്കാനുള്ള ധൈര്യമെങ്കിലും സുരേഷ് ഗോപി കാണിക്കണം. അല്ലാതെ അവിടെ പോയി മണിമുറ്റത്താവണി പന്തൽ കളിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് കാര്യത്തിലേക്ക് തന്നെ വരാം. പിണറായി സർക്കാർ പച്ചയ്ക്ക് വഞ്ചിക്കുകയാണ് ആശാവർക്കർമാരെ. കോവിഡ് കാലത്തൊക്കെ സ്വന്തം ആരോഗ്യവും സുരക്ഷയും മറന്നുപോലുമാണ് ഈ ആശാ വർക്കർമാർ പണിയെടുത്തത്. ഇപ്പോഴും അവർ മികച്ച രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നതും. എന്നിട്ടും അവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാതെ അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. നിങ്ങൾ ഈ കാണിക്കുന്നത് അനീതിയാണ്. സമരത്തിന്റെ 50ാം ദിവസമായ ഇന്ന് മുൻ നിശ്ചയിച്ച പ്രകാരമാണ് ആശാ വർക്കർമാർ തലമുണ്ടനം ചെയ്തും മുടിമുറിച്ചും പ്രതിഷേധിച്ചത്. മുടിമുറിച്ച് പ്രതിഷേധിക്കുമ്പോഴും തലമുണ്ടനം ചെയ്യുമ്പോഴുമെല്ലാം ഈ അമ്മമാരും വീട്ടമ്മമാരും ഒക്കെ കരയുന്നുണ്ടായിരുന്നു. ഈ സർക്കാർ ഞങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ പൊട്ടിക്കരഞ്ഞത്. നിരാഹാരത്തിൽ പങ്കെടുക്കുന്നവരടക്കമാണ് പ്രതിഷേധത്തിൽ പങ്കാളിയായത്.
സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലും ആശാപ്രവർത്തകർ തലമുടി മുറിച്ച് പ്രതിഷേധത്തിൽ പങ്കുചേർന്നിരുന്നു. ദിവസങ്ങളായി മഴ, വെയിൽ, തണുപ്പ് ഇതിനെയെല്ലാം അതിജീവിച്ചാണ് സെക്രട്ടേറിയറ്റിനു മുന്നിൽ അവർ ശക്തമായി നിലകൊള്ളുന്നത്. നിരാഹാര സമരവും ഉപരോധ പ്രക്ഷോഭവും എല്ലാം നടത്തി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും അനാസ്ഥ തുടരുന്നത് ഉറപ്പായതോടെയാണ് അധികാരികളുടെ മനസ്സുണർത്താനുള്ള മറ്റൊരു സമരമുറയിലേക്ക് ആശാപ്രവർത്തകർ ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇത് ചില്ലറ കളിയല്ല. സർക്കാരിനെ വെള്ളം കുടിപ്പിക്കും ആശാവർക്കർമാരുടെ സമരം. വലിയ തോൽവിയിലേക്കാണ് CPM പോയിക്കൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനെല്ലാം CPM മറുപടി പറയേണ്ടി വരും. സർക്കാരിനെതിരെ സമരം ശക്തമാക്കുന്ന ആശാവർക്കർമാർ മലയാളി വാർത്തയോട് പ്രതികരിച്ച ഒരു കാര്യം ഇതാണ്. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ കുടുംബത്തോടൊപ്പം സിനിമ കാണാൻ പോയല്ലോ, കൊച്ചുമക്കളെയും ഭാര്യയെയും ഒക്കെ കൂട്ടി സിനിമ കാണാൻ പോയല്ലോ. ഇവിടെ വരെ ഒന്ന് വരാൻ ഈ മുഖ്യമന്ത്രിക്ക് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ഭയന്നിട്ടാണോ, ഞങ്ങളെ പേടിച്ചിട്ടാണോ എന്ന് ആ സ്ത്രീകൾ ചോദിക്കുന്നുണ്ട്. ഇതിനെല്ലാം നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. അങ്ങനെയെങ്കിലും മന്ത്രി ഒന്ന് കണ്ണു തുറക്കട്ട്. നമ്മളെ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് തലമുടിയല്ലേ. തലമുടി മുറിച്ച് എന്റെ പ്രതിഷേധം ഇങ്ങനെ രേഖപ്പെടുത്തി. തലമുടി കുറച്ച് മുറിക്കുക എന്നുള്ളതായിരുന്നല്ലോ തീരുമാനം. ചേച്ചി അത് പൊട്ടയടിക്കാനുള്ള തീരുമാനത്തിലേക്ക് എടുത്തുണ്ടോ? ഇത്രയും ദിവസമായില്ലേ, 50 ദിവസം കൊണ്ട്, പിന്നെ 3 പേര് 12 ദിവസം കൊണ്ട് നിരാഹാരം കിടക്കുന്നു. ഇത്രയൊക്കെ ആയിട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാവുന്നില്ല, ഒത്തുതീർപ്പിന് വിളിക്കുന്നില്ല. അപ്പം എന്റെ പ്രതിഷേധം, ഞാൻ എന്റെ തലമുടി മുറിച്ചു. ഞങ്ങൾ 232 രൂപയെന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിത്തരാൻ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ പാവപ്പെട്ട ഞങ്ങൾ കഴുത്തിലെടുക്കാൻ വയ്യാത്ത ഭാരജോലിയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിന് കൂലി ചോദിച്ചതുകൊണ്ടായി ഇത്രയും മാത്രം ഗതികെട്ട് വയ്പ്പിക്കാൻ പറ്റത്. ഇനി ഇതിന് നിൽക്കില്ല, ഇനി ഇതിനൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന് നിൽക്കില്ല. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ആർക്കും നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റൂല. ആ രീതി നിങ്ങൾ ചെയ്യും, ഉറപ്പാണ്. ഇതെന്റെ തലയിൽ അടിച്ചു ചത്രയാണ് സത്യം. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. ഞങ്ങൾ ചെയ്യും, ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ചെയ്യും, സത്യമായിട്ടും ചെയ്യും. ഒന്നും അറിഞ്ഞില്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതാ ഞങ്ങൾ ഇനി എന്ത് വേണം? ഞങ്ങൾക്ക് എനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയാനുള്ള ഞങ്ങളെ എല്ലാ സമരം എത്രയും പെട്ടെന്ന് ഞങ്ങളെ വീട്ടിൽ വിടണം. ഞങ്ങൾ ഇതിനൊരു തീരുമാനം എടുത്ത് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീടുകളിൽ വിടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി അല്പമെങ്കിലും മനസ്സരിവ് കാണിക്കണം. 3 പേരും, ആരോഗ്യമന്ത്രി, ധനമന്ത്രി, മുഖ്യമന്ത്രി. ഞങ്ങളെ ഇനി ആക്ഷേപിക്കുന്നത് പോട്ടെ, ഞങ്ങൾക്ക് അതിനൊരു പ്രശ്നമില്ല. പറഞ്ഞോട്ടെ, അവർക്ക് ഇഷ്ടമുള്ളത് അവർ ആരെ കൊണ്ടോ പറഞ്ഞു. പക്ഷെ ഇനി ഞങ്ങളോടുള്ള വാശി ഇനി മുന്നോട്ട് കൊണ്ടുപോകരുത്. ഇനി ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇനി താങ്ങാനോ നിയന്ത്രിക്കാനോ പറ്റൂല. ഇനി എന്താണെന്ന് പോലും മന്ത്രിക്ക് പോലും വിചാരിക്കാൻ പറ്റില്ല. ആ ഗതിയിൽ ഞങ്ങൾ പോകും. ഈ ദൈവത്തെ ഉദിച്ചു നിൽക്കണം, ദൈവത്തെ സത്യം ചെയ്ത് പറയണം. ഇനി ഞങ്ങളെ പരീക്ഷിക്കരുത്. ഞങ്ങൾ താങ്ങാൻ പറ്റും. ഞങ്ങൾ ഭൂമിയോളം താങ്ങും. ഞങ്ങളെ നെഞ്ചറ്റവും ഞങ്ങൾ സഹിച്ച് ഞങ്ങൾ വയ്യ സാറിന് പറയാൻ വാക്കുകളില്ല. നിങ്ങളെല്ലാരും കാണേണ്ടി ഇതിലപ്പുറം ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ മാലാകന്മാരെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളെ പല വഴിച്ചിറക്കിപ്പിക്കാൻ വെച്ച് സർക്കാരാണ്. അച്ഛൻ ആശാമാർക്ക് പിന്തുണ അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. മുറിക്കുന്ന സമരവുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനും അതിലൊരു പങ്കാളിയാക്കാൻ തീരുമാനിച്ചല്ലോ. എന്താണ് ഇതിനോട് പറയാൻ? മുടി മുറിക്കുന്നു എന്നുള്ളവർ ഞങ്ങൾ വന്നപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഇവരുടെ ഒരു ആവേശം കണ്ടപ്പോൾ ആ ആവേശത്തിൽ പങ്കുചേർന്നു. എനിക്ക് അല്പം മുടിയുള്ളത് കൊണ്ട് അത് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപനമായിട്ട് മുറിക്കുകയായിരുന്നു. ഞങ്ങളിവിടെ വന്നത് ഞങ്ങളുടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രചോദനം. ഒരു നോമ്പുകാലത്ത് ക്രിസ്തു നോമ്പുകാലത്ത് ഞങ്ങൾക്ക് നൽകുന്ന പ്രചോദനം ഈ ഉപേക്ഷിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട, മാറ്റി നിർത്തിയിരിക്കുന്ന സ്ത്രീകളോടൊപ്പം പങ്കുചേരുക എന്നുള്ളതാണ്. ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ മാത്രമാണ് വന്നത്. ഇതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറമായി മനുഷ്യത്വമാണ് ഞങ്ങൾ കാണുന്നത്. മനുഷ്യത്വപൂർണ്ണമായ ഒരു ജീവിതം നയിക്കത്തക്കവണ്ണം അവരെ ചർച്ചയ്ക്ക് വിളിച്ച് ഇത് പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. രാഷ്ട്രീയ എന്നതിനുപരി ഇവരിപ്പം നിരാഹാരമടക്കം കിടക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. എന്നിട്ട് പോലും ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ ആരോഗ്യ മേഖലയിലെ മന്ത്രിമാരും ഇവിടുത്തെ സർക്കാരോ തിരഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് നോക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ച് എത്രയും വേഗത്തിൽ പരിഹരിക്കണമെന്നാണ് മാഡത്തോട് എനിക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത്. അത്
കണ്ടിൽ നിന്ന് അടിക്കരുത്. നമ്മുടെ അമ്മമാരായി, നമ്മുടെ സഹോദരിമാരെ, പെങ്ങന്മാരെ, എന്ത് രാഷ്ട്രീയമാകട്ടെ അവർ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് ജീവിക്കാനുള്ളതായ അവകാശത്തെ നിഷേധിക്കുന്നത് പാപമാണ്. അത് തിരിച്ചറിഞ്ഞ് ചർച്ചയ്ക്ക് വിളിച്ച് ഇത് പരിഹരിക്കപ്പെടണം. ഈ സമരം 50-ാം ദിവസത്തിലെത്തി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിരുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയില്ല. പക്ഷേ 49-ാം ദിവസം എമ്പുരാൻ സിനിമ കണ്ട് ഫാമിലിയോട് മന്ത്രി മുഖ്യൻ പോയി കാണാൻ പോയി, പാവപ്പെട്ട ആശമാരെ നടയിൽ കണ്ടുകൊണ്ട്. അതുകൊണ്ട് ഇത് ഈ നമ്മൾക്ക് പറ്റിയ തെറ്റാണ്. നമ്മൾ വോട്ടിട്ട് നമ്മൾ വീടാതെ ഇറങ്ങിക്കയറി ഞങ്ങൾ വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഇന്നാർക്ക് വോട്ട് ചെയ്യും, നിങ്ങൾ ജയിക്കും, നമുക്ക് പാവങ്ങളുടെ തൊഴിലാളികളുടെ മന്ത്രിയാണെന്ന് പറഞ്ഞ് കയറ്റിയതിന്റെ പ്രതിഫലമാണ് ഞങ്ങൾ ഈ 50 ദിവസം വഴിയോരത്ത് ഞങ്ങൾ കിടക്കേണ്ടി വന്നത്. എന്നിട്ട് നിരാഹാരം 12 ദിവസം നമ്മളെ സഹോദരിമാര് കിടക്കുന്നുണ്ട്. ഇത് എവരേതാ ഈസ്റ്റർ ആഘോഷിച്ചല്ലോ, ഞങ്ങൾ എന്ത് പദ്ധതി ഈ പയറും കഞ്ഞിയും വെച്ച് ഞങ്ങൾ കുടിച്ചോട് കിടക്കട്ടെ എന്താണ് എന്നവരൊന്ന് ചോദിച്ചു നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടോ അവർക്ക്? ഇനി അടുത്ത ഭരണത്തിൽ വേണ്ട, അതിനു മുമ്പേ കട്ടുമുടിച്ച് എല്ലാം തീർത്ത് എല്ലാം മുടിച്ചു വെച്ചു ഇനി അടുത്ത ഇലക്ഷന് വേണ്ടി പണം ഉണ്ടാക്കാൻ. അതിനു വേണ്ടിയാണ് ഇവർ ഈ ഞങ്ങളെ പാവങ്ങളെ ഈ എരിയണ വെയിലത്ത് ഞങ്ങളുടെ വെങ്ങാനൂർ പഞ്ചായത്തിലാണ് ഞാൻ. അവിടെ സൂര്യാഘാതം ഏറ്റി ഒരാള്, സൂര്യാഘാതം ഏറ്റവർക്ക് പോലും കിടക്കലെന്ന് പറയുന്ന ഈ മന്ത്രിസഭ ഞങ്ങളെ ഈ 50 ദിവസം കൊണ്ട് ഇവിടെ കടത്തിക്കുന്നത് എന്തിനാണ്? എന്തൊരു ഉദ്ദേശമാണ് ഇവർക്ക്? അപ്പൊ ഇവര് വിചാരിച്ച് നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കൂലെന്ന്. ഞങ്ങൾ അടിപിടിക്ക് പോകുന്നില്ല, ഒന്നിനും ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങളെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അവര് തരാന്ന് പറഞ്ഞ അവര് പ്രകടന പത്രികയിൽ പറഞ്ഞ 700 രൂപ ദിവസക്കൂലി ഞങ്ങൾക്ക് തരാനാണ് ഞങ്ങളെ ആഗ്രഹിച്ചത്. അല്ലെ, ഞങ്ങൾ വേറെ ഒന്നിനും അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നേ പറ്റൂ. ഞങ്ങൾ ഒരാളുടെ ജീവൻ പോയാലും ശരി, ഞങ്ങൾ ഈ ജീവൻ പോകും. അടുത്ത പരിപാടി അതാണ്. അത് ചെയ്തെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ പെട്രോൾ അടിച്ച് ഞങ്ങൾ ഇവിടെ കത്തി ഒന്ന് കത്തുമ്പോൾ മറ്റുള്ളവർക്കെങ്കിലും ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയാണല്ലോ. ആ ആരോഗ്യ മേഖലയിലെ പ്രധാനമായിട്ടുള്ള ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. കുടിമുറിക്കൽ നടപടിയിലേക്ക് കടന്നിട്ട് പോലും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ആശ്വാസവാദം കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടില്ല. ആരാണ്ടവന് വന്ന ഞങ്ങൾക്ക് എന്തെന്നുള്ള ഇതാണ് അവര് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ അധികം തുച്ഛമായ ദിവസമേ ഉള്ളൂ. അപ്പൊ ഇനി എന്തായാലും അവർക്ക് ഇനി വരാൻ പറ്റൂല എന്നുള്ളതായി തീർന്നു. ഞങ്ങളെ എല്ലാം കേരളം ഞങ്ങളെ വിധി എഴുതി ഞങ്ങളെ ഇട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഇവിടെ കളഞ്ഞിട്ട് പോകാൻ പറ്റൂല. അതാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് ഒരു മരണം ഞങ്ങൾക്ക് ഇവിടെ നടക്കും. അതിനി ഇവിടെ പെട്രോൾ ഒഴിച്ചങ്ങൾ ഞങ്ങൾ കത്തിക്കും. ഞങ്ങൾ മരിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ. ഇനി വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് പ്രതീക്ഷ വേണം. ഈ വീണ ജോർജിനെ കൊണ്ട് ഒരു പ്രതീക്ഷയില്ല.